നമസ്കാരം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ലോകത്തേക്ക് ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിന് നിങ്ങൾ തയ്യാറാണോ? ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ രംഗത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ്: പേഴ്സണൽ സ്പോൺസറിംഗ്. അതായത് നമ്മൾ വ്യക്തിപരമായി പുതിയ ആളുകളെ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. അതെ, ഈ പേഴ്സണൽ സ്പോൺസറിംഗ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരം ദീപക് ബജാജ് എന്നൊരു വ്യക്തിയുടെ യൂട്യൂബ് വീഡിയോ ആണ്. അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ എങ്ങനെ വലിയ വിജയം നേടാമെന്ന് വിശദീകരിക്കുന്ന ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗമാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായി സ്വന്തമായി സ്പോൺസർ ചെയ്യുന്നത് ഈ ബിസിനസ്സിൽ ഇത്ര പ്രധാനപ്പെട്ട ഒന്നായിട്ട് അദ്ദേഹം കരുതുന്നത്? അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. കാരണം പലപ്പോഴും കേൾക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലേ. വരുമാനം കുറയുന്നു, ടീം അംഗങ്ങൾ ചിലപ്പോൾ വിട്ടുപോകുന്നു, ടീമിനാകെ ഒരു ഉഷാറില്ലായ്മ. അതെ, ഒരു മന്ദത പോലെ. അതെ, ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ പേഴ്സണൽ സ്പോൺസറിങ്ങിനെ മുന്നോട്ട് വെക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വീഡിയോ പറയുന്ന പ്രധാന ആശയങ്ങളെന്ന്. ഓക്കെ. തുടക്കത്തിൽ തന്നെ ദീപക് ബജാജ് ഒരു ശക്തമായ വാദം പറയുന്നുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നവർ അവരുടെയെല്ലാം ഒരു പൊതുവായ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പേഴ്സണൽ സ്പോൺസറിംഗ് ചെയ്യുന്നു എന്നതാണ്. അത് ശ്രദ്ധേയമാണ്. അതായത് മിക്കവരും ഇത് ബിസിനസ് തുടങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതെ, തുടക്കത്തിൽ എല്ലാവരും ചെയ്യും. പക്ഷെ വിജയിച്ചവർ ഇത് നിർത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി 13 വർഷത്തെ അനുഭവപരിചയമുണ്ടെന്നും തന്റെ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് ഇത് പ്രധാന പങ്ക് വഹിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഇതൊരു വെറുമൊരു സ്റ്റാർട്ടിംഗ് ആക്ടിവിറ്റി അല്ല, ഇതൊരു ദീർഘകാല സ്ട്രാറ്റജിയാണ്, വിജയത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള ഒന്ന്, അല്ലേ? അതെ. ഈ വീഡിയോ പറയുന്ന ഒരു കാര്യം, ഏറ്റവും മുകളിലുള്ള 10-15% ആളുകൾ പോലും ഇത് വർഷങ്ങളോളം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. അത് കീ പോയിന്റാണ്. ശരി, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നത്? 8 കാരണങ്ങൾ പറയുന്നുണ്ടല്ലേ? അതെ, 8 കാരണങ്ങൾ. അതിൽ ആദ്യത്തേത് വളരെ സിമ്പിൾ, വളരെ നേരിട്ടുള്ളതാണ്. ഇത് വളരെയധികം ലാഭകരമാണ്, ഹൈലി പ്രോഫിറ്റബിൾ. അദ്ദേഹം ഒരു തമാശയൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ. താൻ ഈ ബിസിനസ്സിൽ വരാനുള്ള ആദ്യത്തെ 5 കാരണങ്ങളും പണം 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 പിന്നെയും പണം എന്നതായിരുന്നു എന്ന്. അത്രയധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഈ പേഴ്സണൽ സ്പോൺസറിങ്ങിന് കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ ബിസിനസ്സിലെ വേറെ ഏത് ആക്ടിവിറ്റി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഇതിൽ നിന്ന് കിട്ടുമെന്ന്. അത് ശരിയായിരിക്കാം. കാരണം മിക്ക നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെയും കോമ്പൻസേഷൻ പ്ലാനുകൾ അങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ നേരിട്ടൊരാളെ കൊണ്ടുവരുമ്പോൾ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ അല്ലെങ്കിൽ ബോണസ് അത് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പം ഈ ഉറവിടം പറയുന്നതനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിന് സ്ഥിരമായ വരുമാനം കിട്ടാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗം ഇതുതന്നെയാണ് എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതെ, ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതിനാണെന്ന് പറയുന്നു. ശരി, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം, ലാഭം. ഇനി രണ്ടാമത്തെ കാരണം അത് ഡ്യൂപ്ലിക്കേഷൻ, അതായത് ശരിയായ മാതൃക നൽകൽ. ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടത്. അതെ, നമ്മൾ നമ്മുടെ ടീം അംഗങ്ങളോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ആളുകൾ ശ്രദ്ധിക്കുക, അതാണ് അവർ പകർത്തുക. തീർച്ചയായും. അപ്പോ നിങ്ങളുടെ ടീം അംഗങ്ങൾ പുതിയ ആളുകളെ സ്പോൺസർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വയം ചെയ്യണം, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ വീഡിയോ പറയുന്നത്. അത് വളരെ ശരിയാണ്. കാരണം ഒരു ലീഡർ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കൂ എന്ന് കാണിക്കുമ്പോഴാണ് അതിനൊരു പവർ വരുന്നത്. ടീമിന് ഒരു വിശ്വാസം വരും. കൃത്യമായി, ഒരു ലീഡ് ബൈ എക്സാമ്പിൾ തന്ത്രം. അതെ, അതാണ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്, ടീമിൽ ആ ഒരു സംസ്കാരം വളർത്തുന്നതും. ശരി, ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. അത് സ്ഥിരത, സ്റ്റെബിലിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. അതെ, കാരണം വരുമാനത്തിലൊരു ഏറ്റക്കുറച്ചിലുകൾ വരാമെന്നുള്ളത് ഒരു സാധാരണ ആശങ്കയാണ് ഈ രംഗത്ത്. എന്നാൽ തുടർച്ചയായ പേഴ്സണൽ സ്പോൺസറിംഗ് ബിസിനസ്സിനൊരു സ്ഥിരത നൽകുമെന്നാണ് ദീപക് ബജാജ് അവകാശപ്പെടുന്നത്. അതെങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അദ്ദേഹത്തിന് സ്വന്തം അനുഭവത്തിൽ 13 വർഷമായി ഈ രംഗത്ത് ഒരു സ്ഥിരതയോടെ നിലനിൽക്കാൻ കഴിഞ്ഞു. അതിന്റെ പ്രധാന കാരണം ഈ തുടർച്ചയായ സ്പോൺസറിംഗ് ആണെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത്
ഇതിനായി ഒന്നിലധികം ശക്തമായ ടീം ലെഗുകൾ ഉണ്ടാക്കണമെന്നാണ്. ലെഗുകൾ, അതായത് നിങ്ങൾ നേരിട്ട് സ്പോൺസർ ചെയ്ത വ്യത്യസ്ത ടീം ലൈനുകൾ. അതെ. അതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വരുമാനം ഒരു ടീം ലൈനിനെ മാത്രം ആശ്രയിച്ചാണെങ്കിൽ ആ ലൈൻ ഒന്ന് ഡൗൺ ആയാൽ നിങ്ങളുടെ വരുമാനം പെട്ടെന്നിടിയും. ശരിയാണ്. പക്ഷേ നിങ്ങൾക്കൊരു 4 or 5 സജീവമായ ലെഗുകളുണ്ടെങ്കിൽ 1 or 2 എണ്ണം കുറച്ചൊന്ന് പുറകിലോട്ട് പോയാലും മറ്റുള്ളവ അതിനെ ബാലൻസ് ചെയ്യും. ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോലെ റിസ്ക് കുറയ്ക്കും. അതെ, നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ പല തൂണുകളിൽ ഉറപ്പിച്ചു നിർത്തുന്നതുപോലെ. അതെ, ആ ഒരു ഘടനയാണ് സ്ഥിരത നൽകുന്നത് എന്ന് ഈ ഉറവിടം പറയുന്നു. ശരി. അടുത്ത പോയിന്റ്, 4ാമത്തത്, അത് മൊമെന്റം, അതായത് ആ ഒരു ഊർജം, ഒരു ചലനാത്മകത നിലനിർത്തുക. മൊമെന്റം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നാണോ അദ്ദേഹം പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു ടീം നന്നായി മുന്നോട്ടു പോകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുമല്ലോ. ആ ഒരു ഊർജം, അത് നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല ഇന്ധനമാണ് പുതിയ സ്പോൺസറിംഗ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? പുതിയ ആളുകൾ വരുമ്പോൾ ടീമിലൊരു ആവേശമുണ്ടാകുന്നു, കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പുതിയ പുതിയ കഥകളുണ്ടാകുന്നു. അത് മൊത്തത്തിൽ ടീമിനെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നു. ശരിയാണ്. ഇതൊരു സൈക്കിൾ പോലെയാണ്. പുതിയ സ്പോൺസറിംഗ് നടക്കുമ്പോൾ മൊമെന്റം ഉണ്ടാകുന്നു. ആ മൊമെന്റം വീണ്ടും പുതിയ സ്പോൺസറിംഗിന് പ്രചോദനമാകുന്നു. ഇത് നമ്മളിനി പറയാൻ പോകുന്ന 7ാമത്തെ പോയിന്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതെ, പുതിയ ഊർജവും ആവേശവും എന്ന പോയിന്റ് നമുക്കതിപ്പോ തന്നെ പറയാം. 7ാമത്തെ കാരണം, പുതിയ ഊർജവും ആവേശവും ടീമിലേക്ക് കൊണ്ടുവരിക. പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് സാധാരണയായി നല്ല ആവേശമുണ്ടാകും, നല്ല പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ. അവരുടെ കോണ്ടാക്ട് ലിസ്റ്റ് ഫ്രഷ് ആയിരിക്കും. അതെ, അവരുടെ ആ ഒരു പുതിയ ഊർജം അത് ടീമിലെ ചിലപ്പോൾ കുറച്ചു കാലമായി പ്രവർത്തിക്കുന്ന, ചിലപ്പോൾ ഒന്ന് മന്ദഗതിയിലായ അംഗങ്ങൾക്ക് പോലും ഒരു ഉണർവ് നൽകും. ശരിയാണ്, ഒരു സ്പാർക്ക് കിട്ടും. പുതിയ സ്പോൺസറിംഗ് നടക്കാത്ത ടീമുകൾക്ക് ഒരു സ്റ്റാറ്റിക് അവസ്ഥ, ഒരു നിശ്ചലാവസ്ഥ വരുമെന്നാണ് വീഡിയോ പറയുന്നത്. ഊർജം നഷ്ടപ്പെടും. ഒരു ബസ് ഇല്ലാതാവും. പുതിയ ആളുകൾ പുതിയ ഐഡിയകൾ കൊണ്ടുവരും, പുതിയ ചോദ്യങ്ങൾ ചോദിക്കും. അത് ടീമിനെ എപ്പോഴും സജീവമായി നിർത്താൻ സഹായിക്കും. ഈ മൊമെന്റവും പുതിയ ഊർജവും ശരിക്കും കൈകോർത്തു പോകുന്ന കാര്യങ്ങളാണ്. അതെ. ഇനി 5ാമത്തെ കാരണത്തിലേക്ക് തിരിച്ചുവരാം. പുതിയ നേതാക്കളെ സൃഷ്ടിക്കൽ, ലീഡർഷിപ്പ് ക്രിയേഷൻ. ഓക്കെ. നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ അവരെ വെറുതെ ജോയിൻ ചെയ്യിച്ചാൽ പോരാ, അവരെ ഒരു നേതാവാക്കി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി നിങ്ങൾക്കുണ്ടെന്നാണ് വീഡിയോ പറയുന്നത്. അത് ശരിയാണ്. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഒന്ന്, നിങ്ങളുടെ ടീമിന്റെ ആഴത്തിലേക്ക്, ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പുതിയ ലീഡേഴ്സിനെ കണ്ടെത്തുക, വളർത്തുക. താഴെത്തട്ടിൽ. അതെ. 2, കൂടുതൽ ആളുകളെ നിങ്ങൾ നേരിട്ട് സ്പോൺസർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ടീമിന്റെ വിഡ്ത് വർദ്ധിപ്പിക്കുക, ആഴവും പരപ്പും കൂട്ടുക. അതെ. ഓർഗനൈസേഷന്റെ കെട്ടുറപ്പിന് ഈ 2ഉം ആവശ്യമാണത്രേ. അദ്ദേഹം പറയുന്നത് 10, 20, 30 ലെവലുകൾ താഴെപ്പോയി സാധാരണ പ്രവർത്തകരോടൊപ്പം ഫീൽഡിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വീതി കൂട്ടുന്നത് നിങ്ങളുടെ നേരിട്ടുള്ള വരുമാനം കൂട്ടാൻ സഹായിച്ചേക്കാം. പക്ഷേ ടീമിന്റെ ദീർഘകാല നിലനിൽപ്പിനും സ്ഥിരതയ്ക്കും ആഴത്തിൽ ലീഡർഷിപ്പുണ്ടാകണം. താഴെത്തട്ടിൽ ശക്തരായ നേതാക്കന്മാരുണ്ടാകുമ്പോഴാണ് ആ ടീം ശരിക്കും സ്വയം വളരാൻ തുടങ്ങുന്നത്, ഒരു സെൽഫ് സസ്റ്റെയിനിങ് ടീമാകുന്നത്. അതെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലീഡർമാരെ വളർത്താൻ അവരോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കണം എന്ന് പറയുന്നതാണ്. മുകളിലിരുന്ന് ഉപദേശം കൊടുത്താൽ മാത്രം പോരാ. അതൊരു നല്ല പോയിന്റാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതല്ലേ, കൂടെ നിന്ന് വളർത്തുക. ഇനി 6ാമത്തെ കാരണം, ഇത് തൊട്ടുമുൻപ് പറഞ്ഞതുമായി വളരെ ബന്ധമുള്ളതാണ്. ഫീൽഡുമായിട്ട്, അതായത് ഗ്രൗണ്ടിലെ പ്രവർത്തനങ്ങളുമായിട്ട് എപ്പോഴും ഒരു ബന്ധം നിലനിർത്തുക. അപ് ടു ഡേറ്റ് ആയിരിക്കാം. അതെ. നിങ്ങൾ പുതിയ ആളുകളെ സ്പോൺസർ ചെയ്യുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഫീൽഡിൽ എന്താണ് ശരിക്കും നടക്കുന്നത്, ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എന്തൊക്കെയാണ് സാധാരണ പ്രവർത്തകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നേരിട്ടൊരു ധാരണ കിട്ടും. ശരിയാണ്. കാലം മാറുന്നതനുസരിച്ച് മാർക്കറ്റും മാറും, ആളുകളുടെ സംശയങ്ങളും എതിർപ്പുകളും മാറും. അതെ. അപ്പോൾ നിങ്ങൾക്ക് പഴയ അനുഭവങ്ങൾ മാത്രം വെച്ച് സംസാരിക്കാൻ പറ്റില്ല. ഈ പുതിയ പ്രായോഗികമായ അറിവ് നിങ്ങളുടെ സംസാരത്തിനും നിങ്ങൾ കൊടുക്കുന്ന പരിശീലനത്തിനും ഒരു ആധികാരികത, ഒരു വിശ്വാസ്യത നൽകും. അല്ലെങ്കിൽ നമ്മൾ വെറും തിയറി പറയുന്ന ആളായി മാറും. വീഡിയോയിലൊരു വ്യത്യാസം പറയുന്നുണ്ടല്ലോ,
ഒരു ട്രെയിനറും ഒരു വിജയിച്ച നെറ്റ്വർക്കറും തമ്മിലുള്ള വ്യത്യാസം? അതെ, ട്രെയിനർ ചിലപ്പോ സ്വയം ചെയ്യാത്ത കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷേ വിജയിച്ച നെറ്റ്വർക്കർ സ്വയം ചെയ്യുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. ആ ഒരു ആത്മാർത്ഥത, അത് പ്രധാനമാണ്. നിങ്ങൾ ഇപ്പോഴും പേഴ്സണൽ സ്പോൺസറിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്കൊരു ബലം കൂടും. ടീമിന് നിങ്ങളിലുള്ള വിശ്വാസം കൂടും. ശരി. ഇനി എട്ടാമത്തേതും അവസാനത്തേതുമായ കാരണം അത് അന്തസ്സോടെ പ്രവർത്തിക്കുക എന്നതാണ്. വർക്കിംഗ് വിത്ത് ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി അതെങ്ങനെയാണ് സ്പോൺസറിംഗുമായി ബന്ധപ്പെടുന്നത്? ഇത് ടീമിന്റെ ബഹുമാനം നേടുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിങ്ങൾ ടീം അംഗങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് പുതിയ ആളുകളെ കൊണ്ടുവരൂ, മീറ്റിംഗിൽ ഗസ്റ്റുകളെ കൊണ്ടുവരൂ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ, വീണ്ടും ലീഡിംഗ് ബൈ എക്സാമ്പിൾ. അതെ, അപ്പോൾ നിങ്ങൾക്കൊരു ആത്മാഭിമാനമുണ്ടാകും, ടീമിന്റെ മുന്നിലൊരു വിശ്വാസ്യതയുണ്ടാകും. അല്ലെങ്കിൽ ഇയാൾ വെറുതെ പറയും, ഒന്നും ചെയ്യില്ല എന്ന് ടീം അംഗങ്ങൾ തന്നെ ചിലപ്പോൾ അടക്കം പറയാൻ സാധ്യതയുണ്ട്. ശരിയാണ്, അതൊരു മോശം അവസ്ഥയാണ്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പേഴ്സണൽ സ്പോൺസറിംഗ്, സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയുയർത്തിപ്പിടിച്ച്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഹിന്ദി വാക്ക് ഛാത്തി ചൌഡി കർക്കെ, നെഞ്ചുവിരിച്ച് ആത്മവിശ്വാസത്തോടെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് വളരെ ശരിയാണ്. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരു പൊരുത്തം വേണം. അപ്പോഴാണ് ഒരു യഥാർത്ഥ ലീഡർക്ക് ടീമിന്റെ ബഹുമാനവും വിശ്വാസവും കിട്ടുന്നത്. ആ ഒരു ധാർമ്മികമായ അധികാരം, മോറൽ അതോറിറ്റി വരുന്നത് അപ്പോഴാണ്. അപ്പോ ഈ 8 കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ വീഡിയോയുടെ പ്രധാന സന്ദേശം വളരെ വ്യക്തമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ശരിക്കും വിജയിക്കണമെങ്കിൽ ഈ തുടർച്ചയായ പേഴ്സണൽ സ്പോൺസറിംഗ് അതൊരു ഓപ്ഷനല്ല, അതൊരു ആവശ്യകതയാണ് എന്നാണ് ഈ ഉറവിടം വാദിക്കുന്നത്. ലാഭം, മാതൃക, സ്ഥിരത, മൊമെന്റം, ലീഡർഷിപ്പ്, ഫീൽഡുമായിട്ടുള്ള ബന്ധം, പുതിയ ഊർജം, പിന്നെ വ്യക്തിപരമായ അന്തസ്സ്, ഇതെല്ലാം ഈ ഒരു പ്രവർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും ഈ വീഡിയോ അംഗീകരിക്കുന്നുണ്ട്. ഒരു ഭയം, പലർക്കും ഒരു ഭയമുണ്ടാകാം, പുതിയ ആളുകളെ സമീപിക്കാൻ, റിജക്ഷൻ നേരിടാൻ. അതെ, ആ ഒരു ഭയം സ്വാഭാവികമാണ്. അതിനെക്കുറിച്ചും വീഡിയോ പറയുന്നുണ്ടല്ലേ, മൈൻഡ്സെറ്റ് ഗെയിം. അപ്പോ ഈ ഭയത്തെ മറികടന്നേ പറ്റൂ, അതിനാവശ്യമായ പരിശീലനം നേടണം എന്നും പറയുന്നു. ആ ഒരു ഹിന്ദി വാചകം ഉപയോഗിക്കുന്നുണ്ട്, ഡർ കെ ആകെ ജീത് ഹെ, ഭയത്തിനപ്പുറമാണ് വിജയം. അതായത് ഭയമുണ്ടെങ്കിലും അത് ചെയ്തിരിക്കണം. അതെ, പേഴ്സണൽ സ്പോൺസറിംഗ് എന്നത് ഒരു കഴിവെന്നതിനേക്കാൾ ഉപരി അതൊരു ശീലമാക്കി മാറ്റണം. പേഴ്സണൽ സ്പോൺസറിംഗ് ഇസ് എ ഹാബിറ്റ് എന്നും പറയുന്നു. ശീലമാക്കി മാറ്റുക, സ്ഥിരമായി ചെയ്യുമ്പോൾ ഭയം കുറഞ്ഞുവരും എന്നായിരിക്കാം. ഒരുപക്ഷെ ഈ ഭയങ്ങളെയും മാനസിക തടസ്സങ്ങളെയും മാറ്റാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്ന ചില കോഴ്സുകളെക്കുറിച്ചും വീഡിയോയിൽ പറയുന്നുണ്ട്. അൾട്ടിമേറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാസ്റ്ററി, പിന്നെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഓക്കെ, പക്ഷെ നമ്മളത് റെക്കമെൻഡ് ചെയ്യല്ല. അല്ലല്ല, തീർച്ചയായും അല്ല. ഉറവിടത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ ഏതെങ്കിലും പ്രത്യേക കോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശരി, പക്ഷെ ആ ഭയത്തെ അംഗീകരിക്കുന്നതും അതിനെ മറികടക്കാനൊരു ശ്രമം വേണമെന്ന് പറയുന്നതും നല്ലതാണ്. അതൊരു യാഥാർത്ഥ്യബോധമുള്ള സമീപനമാണ്. വെറുതെ എല്ലാവർക്കും പറ്റും എന്ന് പറയുന്നതിനേക്കാൾ ഭയമുണ്ടാകാം, പക്ഷെ അതിനെ നേരിടണം എന്ന് പറയുന്നത് കൂടുതൽ പ്രാക്ടിക്കലാണ്. വളരെ ശരിയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ വിശദമായ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ദീപക് ബജാജിന്റെ ഈ വീഡിയോ അനുസരിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് മോഡലിൽ നിങ്ങൾ ദീർഘകാലം വിജയിച്ചു നിൽക്കണമെങ്കിൽ, നിങ്ങളുടെ ടീം ആരോഗ്യത്തോടെ വളരണമെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തിപരമായി വളരണമെങ്കിൽ, ഈ തുടർച്ചയായി സ്വന്തമായി പുതിയ ആളുകളെ കണ്ടെത്തുക, സ്പോൺസർ ചെയ്യുക എന്നത് അതൊഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു അടിസ്ഥാന ശില എന്ന് തന്നെ പറയാം. ഈ ഉറവിടം ഊന്നി പറയുന്നത് പോലെ ഇത് വെറുമൊരു ആക്ടിവിറ്റി അല്ല, വിജയത്തിലേക്കുള്ള എഞ്ചിൻ തന്നെയാണ് ഈ തുടർച്ചയായ പേഴ്സണൽ സ്പോൺസറിംഗ്. അപ്പോ നിങ്ങൾക്ക് ആലോചിക്കാനായി ഒരു ചിന്ത കൂടി പങ്കുവച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരി. ഈ ഉറവിടം പേഴ്സണൽ സ്പോൺസറിംഗിന്റെ പ്രാധാന്യം പറഞ്ഞു. ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പശ്ചാത്തലത്തിലാണ് പറഞ്ഞതെങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമുയർത്തുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ഏതുമാവട്ടെ, നിങ്ങളുടെ ജോലിയാവാം, ബിസിനസ്സാവാം, പഠനമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തിപരമായ ലക്ഷ്യങ്ങളാവാം, അവിടെയെല്ലാം നിങ്ങളുടെ പുരോഗതിക്ക് സ്ഥിരമായി ഊർജം നൽകുന്ന, നിങ്ങളെ എപ്പോഴും ആ അടിസ്ഥാന കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന, ഒരിക്കലും നിർത്താൻ പാടില്ലാത്ത
ഈ പേഴ്സണൽ സ്പോൺസറിംഗ് എന്ന ആശയത്തിന് സമാനമായ നിങ്ങളുടെ കോർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? നിങ്ങളുടെ വിജയത്തിന് ഒഴിച്ചുകൂടാനാവാത്ത, നിരന്തരം നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് ആലോചിച്ചു നോക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് പുതിയ ചില തിരിച്ചറിവുകൾ നൽകിയേക്കാം. അതൊരു നല്ല ചിന്തയാണ്. ആ ചോദ്യം മനസ്സിലിരിക്കട്ടെ. ഈ വിഷയത്തിലുള്ള നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.